ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്ന സമയത്താകട്ടെ ജിഹ്വാനും ടിവി ഒക്കെ കാണുന്നതാണ് കാണിക്കുന്നത്. അവൻ കാണുന്നതാകട്ടെ പെൻഗ്വിൻസിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ആണ്. അതിന്റെ അകത്ത് തണുപ്പൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് പെൻഗ്വിൻസ് അവരുടെ മക്കളായിട്ടുള്ള പെൻഗ്വിൻസിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് പുറമേക്ക് നിൽക്കുകയൊക്കെ ചെയ്യും. അതുവഴി തണുപ്പൊക്കെ അവരുടെ ദേഹത്തേക്ക് വരികയും കൂടുതലായിട്ടുള്ള തണുപ്പ് ഒന്നും തന്നെ കുട്ടികളുടെ ദേഹത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ദിവസങ്ങളോളം അവരങ്ങനെ നിൽക്കാറുണ്ടെന്നൊക്കെ ആയിരുന്നു അവനും ഡോക്യുമെന്ററിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതനുസരിച്ചൊക്കെയാണ് അവനും അവളെ ഹാക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാകട്ടെ എന്നെ ഒരു പെൻഗ്വിനായിട്ട് മാത്രം നീ കണ്ടാൽ മതിയെന്നൊക്കെയാണ് അവൻ പറയുന്നത്. നമ്മുടെ ചീഹാന്റെ ടീമാകട്ടെ ഫ്രീസറിന്റെ അടുത്തേക്കൊക്കെ ഓടി വന്നതിന് ശേഷം താക്കോലൊക്കെ കണ്ടുപിടിച്ച് വാതിലൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും വാതിലിനകത്ത് നിന്നും വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ജീഹ്വാനെയാണ് കാണുന്നത്. ജീഹ്വാൻ ആകട്ടെ ഉൺഹനെ എടുത്തുകൊണ്ടൊക്കെ ആയിരുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവള് ജോലിക്കാരി ആയിരുന്നില്ലല്ലേ, അവൾ ജിഹ്വാന്റെ പെണ്ണായിരുന്നു അല്ലേ എന്നൊക്കെ അവിടെയുള്ള സ്റ്റാഫ്സും പരസ്പരം സംസാരിക്കുന്നു. ഹോസ്പിറ്റലിൽ കുറെ നേരം കിടന്നതിന് ശേഷം ഇപ്പോൾ ഉൺഹയും കണ്ണൊക്കെ തുറക്കുകയാണ്. അവളും ജിഹ്വാനെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താകട്ടെ അവളുടെ ബോധമൊന്നും നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് അവനും പെൻഗ്വിൻസിന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവളും ഓർക്കുകയാണ്. നീ എന്നെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കും അത്രയ്ക്ക് തണുപ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മാത്രല്ല, നീ പെൻഗ്വിൻസിന്റെ കഥയൊക്കെ പറഞ്ഞല്ലോ. കുട്ടികളായിട്ടുള്ള പെൻഗ്വിൻസിനെ അവരുടെ അച്ഛന്മാരായിട്ടുള്ള പെൻഗ്വിൻസ് ആണല്ലോ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനാകട്ടെ നിന്റെ കുട്ടിയൊന്നുമല്ല. അങ്ങനെയിരിക്കെ ഞാൻ നിനക്ക് ആരാണ് എന്നൊക്കെ അവളും അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. അവനും അതിനുള്ള ഒരു മറുപടിയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഡോറിന് വെളിയിലായിട്ട് നാലംഗ സംഘമൊക്കെ ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് നേഴ്സിനെ കാണുമ്പോഴത്തേക്കും ആ ഒരു ഞെട്ടലോടുകൂടി തന്നെ അവരും ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് വീഴുന്നു. മാൻഹോയും ഇപ്പോൾ ഉൺഹയുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുകയാണ്. ഞാൻ നല്ലൊരു കാര്യം ചെയ്യുവാനായിട്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവൾ മരിച്ചുപോയന് ഇതാണോ നീ ചെയ്യുവാൻ ഉദ്ദേശിച്ച നല്ല കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചീഹ്വാനും മാൻഹോനും വഴക്കൊക്കെ പറയുന്നു. അതൊക്കെ കേൾക്കുന്ന മാൻഹോ ആകട്ടെ ചേട്ടത്തി അമ്മേനോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. പക്ഷെ ആ ഒരു രീതിയിലൊക്കെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നാതിരിക്കുവാനായിട്ട് ടീമിലെ ബാക്കി ആൾക്കാരൊക്കെ തന്നെ മാൻഹോനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഉൺഹയും പെട്ടെന്നൊരു മറുപടി ഒന്നും പറയാതെ ആയിരുന്നല്ലോ ഹ്യുൻവുവിന്റെ കാറിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാനുള്ള ഒരാകാംക്ഷയിലൊക്കെ ആയിരുന്നു അവനും ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഓഫീസിലായിട്ട് പോലും അവന് ശരിക്കും വർക്കൊന്നും ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവനും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. മീഹോ ഉൺഹനെ കാണുവാനായിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ വെച്ച് ജോയങ്ങിനെ കൂടി അവൾ കാണുകയാണ്. പിന്നീട് ഒന്നിച്ചൊക്കെ പോകുന്ന സമയത്താണ് ജോയങ്ങും കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നൊക്കെ അവളോടും പറയുന്നത്. മിഹോയ്ക്ക് മൊത്തത്തിലൊരു നിരാശയൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് അവളും ഉൺഹയുടെ അടുത്തേക്ക് ചെല്ലുകയും ഉൺഹയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴായിരുന്നു ജോയങ്ങും തിരിച്ചൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജോയിങ്ങിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മീഹോ ആരുമില്ലാതിരുന്ന ഉൺഹയുടെ റൂമിലേക്കൊക്കെ കയറി ചെല്ലുകയാണ്. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ട് പോലും നേരെ ചുയങ്ങിന്റെ മുമ്പിലേക്കൊക്കെ ആയിരുന്നല്ലോ മീഹോ ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഓർത്തതിന് ശേഷം അവൾ നോക്കുമ്പോഴത്തേക്കും ഉൺഹയുടെ ഫോണിലേക്ക് ഹ്യുനു ഒരു കോളൊക്കെ വന്നിരിക്കുന്നതാണ് അവളും കാണുന്നത്. ഫ്രീസർ റൂമിൽ ഉൺഹ മാത്രമായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത്, ചീഹോനും കൂടി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനോട് കൂടി റെസ്റ്റ് എടുക്കുവാനായിട്ടൊക്കെ ഉൺഹയും പറയുന്നു. ഇപ്പോഴാകട്ടെ ചിഹ്വാനും ടീമും പോകുവാനായിട്ടൊക്കെ നിൽക്കുകയാണ്. മിഹോനെ ആദ്യമായിട്ടായിരുന്നു ചിഹ്വാന്റെ ടീമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് മിഹോനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും ജോയങ്ങിനും മിഹോനെ കുറ്റം പറയുന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, അവനും ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുവാനായിട്ടാണ് പദ്ധതി എന്നൊക്കെ അറിയിക്കുന്നു. ഉൺഹ ആകെ ഒറ്റ ദിവസത്തേക്ക് മാത്രമായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്നതെങ്കിൽ പോലും മീഹോ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ്. എന്തിനാണ് ഇത്രയേറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൺഹ ചോദിക്കുമ്പോഴത്തേക്കുമാണ് ജിഹ്വാനും അവൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സിന്റെയും ചെരുപ്പിന്റെയും ഒക്കെ അളവെടുത്തതിന് ശേഷം ഏതൊക്കെ സാധനങ്ങളായിരിക്കും അവൾക്ക് ആവശ്യം വരിക എന്നൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ലിസ്റ്റ് ഒക്കെ മീഹോയ്ക്ക് അയച്ചു കൊടുക്കുകയും പിന്നീട് മീഹോ ആ ലിസ്റ്റിൻ പ്രകാരമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരികയുമായിരുന്നു. അങ്ങനെ മീഹോ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം ഹ്യുനുവിനെ കുറിച്ച് കൂടി പറയുന്നു. ഹ്യുനുവിന്റെ അടുത്ത് അവളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കുട്ടിക്കാലത്തെ അവളുടെ ആ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഹ്യുനു ആണോ ഇപ്പോഴത്തെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ഹ്യുനു എന്ന് അവൻ തുറന്നു പറഞ്ഞിട്ടില്ല. അവൻ അങ്ങനെ പറയാതിരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമൊക്കെ ഉണ്ടാവുകയില്ലേ? എന്തായാലും സസ്പെൻസ് വെച്ചോണ്ടിരിക്കുവാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ വരുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മീഹോ നിൽക്കുമ്പോഴത്തേക്കുമാണ് പ്രോസിക്യൂട്ടറും ഈ സ്ഥലത്തേക്കൊക്കെ എത്തുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ ഉണഹയും മനസ്സിലാക്കുന്നത്.
ജീഹോനും പെട്ടെന്ന് കമ്പനിയിലൊക്കെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് തിരിച്ചെത്താമെന്നായിരുന്നു അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജീഹ്വാനും ഹ്യുനുവും കണ്ടുമുട്ടാതെ ഇരിക്കുവാനായിട്ട് അവളും ഇപ്പോൾ റൂമിൽ നിന്നും നേരെ ഇറങ്ങി ഹ്യുനുവിന്റെ അടുത്തൊക്കെ ചെന്നതിന് ശേഷം ഇപ്പോൾ ഹ്യുനുവിനെയും കൂട്ടിക്കൊണ്ട് മറ്റൊരിടത്തേക്കൊക്കെ മാറി നിൽക്കുകയാണ്. എന്തായാലും അവളുടെ ആരോഗ്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് അവൾ കാണാറുള്ള 3 കുട്ടികളൊക്കെ അവളെ വന്ന് കാണുകയാണ്. അവളും പുതിയ വീഡിയോസ് ഒന്നും തന്നെ ഇടാത്തത് കൊണ്ട് തന്നെ പഴയ വീഡിയോസ് ഒക്കെയാണ് ഇപ്പോഴും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം പുതിയ വീഡിയോസ് ഒക്കെ ഇടുകയും ഞങ്ങളുടെ കൂടെ കളിക്കുവാൻ വരികയും ചെയ്യണമെന്നൊക്കെയാണ് കുട്ടികൾക്കും അവളുടെ അടുത്ത് പറയുവാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ അവർ ഹ്യുനുവിനെ കാണുമ്പോഴത്തേക്കും ഹ്യുനുവോ അവളുടെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ അവരും ചോദിക്കുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയാകട്ടെ എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങളെയാണ് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാനും സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞ ഹ്യുനുവും ആ ഒരു കുട്ടീനെയൊക്കെ എടുത്തു പൊക്കുന്നു. മീഹ റൂമിൽ നിന്ന് പുറത്തിറങ്ങുവാൻ തുടങ്ങുന്ന സമയത്തായിരുന്നു റൂമിലേക്കൊക്കെ ജീവനും എത്തിയിട്ടുണ്ടായിരുന്നത്. റൂമിലാകട്ടെ ഉൺഹയില്ല എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൊതിയൊക്കെ അവിടെ വെച്ചിട്ട് പോകുവാനായിട്ട് അവൻ നോക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഷൂസ് ഒക്കെ മേടിക്കുവാനായിട്ട് മീഹോയുടെ അടുത്ത് അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മീഹോയ്ക്ക് ഷൂസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവനും ഇപ്പോൾ പോയി ഷൂസ് ഒക്കെ മേടിച്ചോണ്ട് വന്നതായിരുന്നു. അങ്ങനെയിരിക്കെ അതൊന്നും വെച്ചിട്ട് പോകേണ്ട കാര്യമില്ല, അവൾ വരുമ്പോഴത്തേക്കും നീ തന്നെ നേരിട്ട് കൊടുത്താൽ മതിയെന്നൊക്കെ പറഞ്ഞ് മീഹോയും അവനെ റൂമിന്റെ അകത്തൊക്കെ ആക്കിയതിനു ശേഷം പോകുന്നു. കുറെ നേരത്തിന് ശേഷം ഉൻഹ റൂമിന്റെ അകത്തേക്കൊക്കെ കയറുമ്പോഴത്തേക്കും അവിടെ ഇരുന്നുറങ്ങിയിട്ടുണ്ടായിരുന്ന ചീഹ്വാനെയാണ് അവൾ കാണുന്നത്. അങ്ങനെ അവളും അവനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവനും കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നത്. അവനും കൃത്യമായിട്ടുള്ള റെസ്റ്റ് ഒന്നും എടുക്കാതിരുന്നത് കൊണ്ട് തന്നെ അവനും ഡ്രിപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവനോട് റെസ്റ്റ് എടുക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് അവളും. ജീഹോൻ എപ്പോഴും ചുറ്റുപാടൊക്കെ ശ്രദ്ധിച്ചായിരിക്കും ഇരിക്കുക. അവന് ശരിക്കും ഉറങ്ങുവാൻ പോലും സാധിക്കാറില്ല. അവനും ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ഉണരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയിരിക്കെ ഇപ്പോഴത്തെ ജീഹ്വാനെ കുറിച്ച് എനിക്ക് നന്നായി തന്നെ അറിയാം. 10-30 വർഷം മുമ്പോട്ടാണ് ജീഹ്വാനെ കുറിച്ച് കൂടി എനിക്ക് അറിയുവാനായിട്ട് തോന്നുന്നു എന്നൊക്കെ ഓൺഹേം അവനോട് പറയുന്നു. അങ്ങനെയിരിക്കെ ജിഹ്വാനെ കുറിച്ചുകൂടി പറയുകയാണ്. അവന്റെ ഫാമിലി ആകട്ടെ ഏതൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും കുറച്ചു ദിവസം മാത്രമേ ആ ഒരു സ്ഥലത്ത് താമസിക്കുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവനും ആരുമായിട്ട് കൂട്ടൊന്നും കൂടാതെ ആയിരുന്നു കുട്ടിക്കാലം മുതലേ ജീവിച്ചു പോന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു പെൺകുട്ടിയുമായിട്ട് കൂടുതൽ അടുപ്പത്തിലൊക്കെ ആയി. അവളും എന്നെ പോലെ തന്നെ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഒറ്റപ്പെട്ട സാഹചര്യത്തിലൂടെ ആയിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു കൂട്ടായിട്ടൊക്കെ നിൽക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. പിന്നീട് ഞാൻ അവളെ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല. അവൾ എവിടെയാണെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഉള്ളതെന്നൊക്കെ അവനും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം രാവിലെ ടീമിലെ ഓരോ ആൾക്കാരായിട്ടൊക്കെ എണീറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ചിഹ്വനെ കാണാത്തത് കൊണ്ട് തന്നെ ചിഹ്വനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അപ്പോഴായിരുന്നു ചിഹ്വൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന സത്യമൊക്കെ അവരും മനസ്സിലാക്കുന്നത്. രാവിലെ ജിഹ്വാൻ കണ്ണു തുറക്കുന്ന സമയത്ത് ജിഹ്വാൻ ഉണ്ടായിരുന്നത് ഉൺഹയുടെ അതേ റൂമിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എണീറ്റ ഉടനെ തന്നെ അവനും ഉൺഹ അറിയാതെ പതിയെ റൂമിൽ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ നോക്കുന്നു. ശബ്ദമുണ്ടാക്കാതെ നടക്കുന്നതിനിടയ്ക്കും ഉൺഹയ്ക്ക് പുതപ്പൊക്കെ പുതപ്പിച്ചു കൊടുത്തിട്ടാണ് അവനും പോകുന്നത്. അതിനിടയിലാകട്ടെ അവന്റെ പേഴ്സൊക്കെ അവിടെ വീണു പോയിട്ടുണ്ടായിരുന്നത് അവന് ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ഇനി മീഹോയും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും റൂമിലേക്കൊന്നും കയറി ചെല്ലാതെ അവളും അവിടെ ഉണ്ടായിരുന്ന കസേരയിലൊക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എണീക്കുമ്പോഴത്തേക്കും അവളുടെ കഴുത്തൊക്കെ ചെറുതായിട്ടൊന്ന് ഉളുക്കുകയാണ്. അവളും അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയുടെ അടുത്ത് ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ചൂയങ്ങും അവളുടെ കഴുത്തൊക്കെ തൂത്തു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് അവിടെയുള്ള സ്ത്രീ ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് അവൾ ഇരുന്നത് പോലും. പക്ഷെ പിന്നീട് ആ സ്ത്രീ പോകുന്നത് കാണുമ്പോഴത്തേക്കുമാണ് അവളുടെ പിറകിലുണ്ടായിരുന്നത് ജോയങ്ങാണെന്നുള്ള സത്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവളുടെ കഴുത്ത് കൂടുതലായിട്ടൊക്കെ ഉളുക്കുന്നു. ഇനി തിരിച്ചു പോകുന്ന സമയത്താകട്ടെ ജോയങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്ന ഉൺഹയാകട്ടെ ഇവളെ ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടേ ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ വീടിന്റെ അഡ്രസ് ഒക്കെ ജോയങ്ങിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവളെ അവന്റെ അടുത്തൊക്കെ ഏൽപ്പിക്കുകയാണ്. മിഹോയ്ക്ക് പോകാനായിട്ട് ഒട്ടുത്തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഉൺഹ നിർബന്ധിച്ച് അവളെ വണ്ടിയിലൊക്കെ കയറ്റുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.